എന്റെ മനസ്സാണ്. എങ്ങോട്ടാ താടിയൊക്കെ ഷേപ്പ് ചെയ്ത് കുളിച്ചൊരുങ്ങി പതിവില്ലാതെ? വാലന്റൈൻസ് ഡേ അല്ലേ, അവളെ മീറ്റ് ചെയ്യാൻ പോണം. നീ പോണേ? ഓ സോറി, നീ സിംഗിൾ ആണല്ലേ, ഞാൻ ഓർത്തില്ല. കുട്ടിക്കറിയോ, ഇദ്ദേഹം ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. കണ്ണില്ലാത്തത് കൊണ്ടല്ല, നോക്കിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം. പട്ടി. No girlfriend? ഗേൾഫ്രണ്ടാ? അനക്കുണ്ടാ? യു ഹാവ് ഗേൾഫ്രണ്ട്? Yes, I have. ഞമ്മക്കൊക്കെ ഒന്ന് വളഞ്ഞു കിട്ടണ തന്നെ വലിയ ഇടങ്ങരാൻ ചങ്ങായി. ഒന്ന് ഐ ലവ് യു പറഞ്ഞതിന്റെ മറുപടി ഇന്ന് വരും നാളെ വരുന്നുണ്ട്. സ്മാർട്ട് സിറ്റി വരുന്നു പറഞ്ഞോലേ. എനിക്കൊക്കെ സുഖല്ലേ? ഒരു ഭാഗത്ത് ചിഞ്ചു, ഒരു ഭാഗത്ത് മഞ്ജു, 2 സിമ്മുള്ള ഫോണ്. ഇവിടെ ഒരു സിം കാർഡും ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടമായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര്. ഈ ഫെബ്രുവരി 30 വരെ കിട്ടി 14 എടുത്താൽ കളയണോ ഇല്ലേ? What a bad day. എന്നൊക്കെ ഉണ്ടോ മക്കളെ വിശേഷങ്ങള്? ഇത് വാലന്റൈൻസ് ഡേ അല്ലേ? വിഷ് യു ഓൾ എ ഹാപ്പി വാലന്റൈൻസ് ഡേ. എനിക്കെന്നെ നാൾ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? പാവം കുട്ടി, ഓൾ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ശരിയാ, കണ്ടില്ലെങ്കിൽ ഇപ്പൊ പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ടാവും. ഞാൻ വന്നൂട്ടാ. അയ്യോ, എന്താടാ പട്ടി? I'm crazy about you. I fell in love with you the minute I saw you. നിനക്ക് എന്നെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് കുട്ടിയുടെ കർച്ചീഫല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്ന ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വാങ്ങിച്ചു കുട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. പരമച്ചറ്റ നാറി, നിന്നെ ആർക്ക് വേണം? വലിങ്ങേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയും നിന്നെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അവളെ കേട്ടിക്കോട്ടെ. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ അതിലും സീരിയസ് ആയിട്ടാ പറയുന്നത്. ചുമ്മാ ഇന്നലെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നത് എനിക്കറിഞ്ഞു. അല്ല, കരള് പറിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത്. മീര എനിക്കുള്ളതാണ്. എന്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് മോനെ. ഒരു 2 വരി പാട്ട്. ഒരു പെണ്ണിന്റെ കണ്ണി നോക്കി ആ 2 വരി അങ്ങോട്ട് പാടിയാലുണ്ടല്ലോ, അവളെ എപ്പ വീണെന്ന് ചോദിച്ചാ മതി. Can I have your number? No. എന്റെ നമ്പർ, കുട്ടിയുടെ നമ്പർ. എന്തിനാ? ഒരു രസം. എന്റെ നമ്പർ 100. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ? അനുജൻ അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. ട്രൈ എന്റെ ട്രൈ കണ്ട അവള് വീണു. ഇന്നു മുതൽ ഈ ഭവനത്തിൽ മദ്യപാനം ഇല്ല. അവള് പറഞ്ഞു കാണും. വയറ് കണ്ടില്ലേ കേറി വരുന്നത്? ദിവസവും മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്കിന് പോണം. വേണമെങ്കിൽ ഗമയ്ക്ക് ഒരു പട്ടിയും കൂടെ ആവാം. ഓ, താൻ കൂടെ പോന്നോളൂ. മാഗിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ശ്രദ്ധയാണ്. ഈ ശ്രദ്ധ ഓഫീസ് കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്ത് പോക്കത്തോടെ കാണിക്കണ? നിന്റെ ഈ പല്ലു കണ്ടി കുട്ടിയുടെ മുഖം മുറിഞ്ഞ് പോയിസൺ അടിച്ച് പേടിച്ച് ചത്ത ആരുത്തരം പറയോടാ? ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? ഒന്നുമില്ല ബ്രദറെ, ഒന്നുമില്ല. നമുക്ക് വേറെ പെണ്ണെ കിട്ടും. കിട്ടും ബ്രദറെ, കിട്ടും. എപ്പ കിട്ടുന്ന? എപ്പന്ന് ചോദിച്ചാ
കിട്ടും ബ്രദറെ, വിഷമിക്കാതെ. പാത്തുമ്മ പോയ പടച്ചോനാണ്, പിന്നെ ഞാനില്ല. ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളൂ. ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ. കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നിരുന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. അഞ്ചണയ്ക്ക് ഗതിയില്ലാത്തവൻ ആനയ്ക്ക് വില പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു പോയതാ. കിട്ടിയാ കിട്ടി, പോയാ പോട്ടെ എന്ന് പറഞ്ഞു. എനിക്കിപ്പോ ഒരു തുമ്പിയെ വേണമെന്ന് പറഞ്ഞാൽ പിടിച്ചു തരൂ. തുമ്പി കിട്ടിയില്ല, ഒരു മുയല വെടിവെച്ച് പിടിച്ചാച്ച്. ഇത് റൊമാൻറ്റിക് തന്നെ. താനല്ലേ പറഞ്ഞ എനിക്ക് വയസ്സായി, സൗന്ദര്യമില്ല, പെണ്ണ് കിട്ടില്ല എന്നൊക്കെ. ഇല്ലടോ, തനിക്കൊരു പെണ്ണെവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്, ഉറപ്പ്. പക്ഷെ അത് എന്റെ അമ്മയാ സാറേ. അപ്പൊ ശരി, സിയോ.